would rather and prefer to. Most of the students are confused with this would rather and prefer to. A question may be asked in +1 and +2 English. ഈ കഴിഞ്ഞ 2023 ഇംപ്രൂവ്മെൻറ്റ് എക്സാമിന് പ്രിഫർ ടു യൂസ് ചെയ്തൊരു സെൻറ്റൻസ് തന്നതിന് ശേഷം അതിനെ വുഡ് റാദറിലേക്ക് ചേഞ്ച് ചെയ്യാനായിരുന്നു. പക്ഷേ ധാരാളം കുട്ടികൾക്ക് ആൻസർ ഭയങ്കര കൺഫ്യൂഷനായിരുന്നു. പക്ഷേ വളരെ സിമ്പിളായി നമുക്കിത് ആൻസർ ചെയ്യാം. ഞാൻ ചില എക്സാമ്പിൾസ് നിങ്ങളോട് പറയാം, ശ്രദ്ധിക്കൂ. വുഡ് റാദറും പ്രിഫർ ടുവും ഏതെങ്കിലും ഒരു കാര്യം പ്രിഫർ ചെയ്യുന്നതിന് വേണ്ടിയാണ് നമ്മോട് ചോദിക്കുന്നത്. ഒരു എക്സാമ്പിൾ, വാട്ട് ഡു യു പ്രിഫർ, കോഫി ഓർ ടീ? അല്ലെ, ഏതാണ് നിങ്ങൾ പ്രിഫർ ചെയ്യുന്നത്, കോഫി ആണോ ടീ ആണോ? അതിന് നമുക്ക് രണ്ട് തരത്തിൽ ആൻസർ ചെയ്യാം. ഇപ്പോൾ പ്രിഫർ ടു യൂസ് ചെയ്ത് പറയുകയാണെങ്കിൽ ഐ പ്രിഫർ ടു ഹാവ് കോഫി ദാൻ ടീ. അതിനെ വുഡ് റാദർ യൂസ് ചെയ്യുകയാണെങ്കിൽ ഐ വുഡ് റാദർ ഹാവ് ടീ ദാൻ കോഫി. ഇവിടുത്തെ എന്താ ഒരു ഡിഫറൻസ് എന്ന് ചോദിക്കുകയാണെങ്കിൽ പ്രിഫർ ടു, നമുക്ക് പ്രിഫർ യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും ടു നമ്മൾ യൂസ് ചെയ്യും. വുഡ് റാദർ ആണെങ്കിൽ അത് കഴിഞ്ഞ് ഒരു വേർബാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അടുത്തൊരു എക്സാമ്പിൾ നോക്കിയേ. വാട്ട് ഡു യു പ്രിഫർ, ട്രെയിൻ ഓർ കാർ? ഐ പ്രിഫർ ടു ഗോ ബൈ കാർ ദാൻ ബൈ ട്രെയിൻ. കണ്ടോ, അവിടെ പ്രിഫർ ടു ഗോ, എപ്പോഴും നമ്മൾ ടു യൂസ് ചെയ്യുമ്പോൾ ടു പ്ലസ് ബേസ് ഫോം ഓഫ് ദ വേർബ്. ഐ വുഡ് പ്രിഫർ ടു ഗോ ബൈ കാർ. കണ്ടോ, അവിടെ നമുക്ക് വേണമെങ്കിൽ ഐ പ്രിഫർ എന്ന് പറയാം, അല്ലെങ്കിൽ ഐ വുഡ് പ്രിഫർ എന്ന് പറയാം. വുഡ് റാദർ ആണെങ്കിൽ ഐ വുഡ് റാദർ ഗോ ബൈ കാർ. ഓക്കെ, ഞാനിപ്പോൾ പറഞ്ഞ കാര്യം ഒരു പ്രാവശ്യം കൂടെ പറയുകയാണ്. വുഡ് റാദർ ആൻഡ് പ്രിഫർ എക്സ്പ്രസ് പ്രിഫറൻസ്. രണ്ടും ഒരു പ്രിഫർ ചെയ്യുന്ന കാര്യമാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. They have similar meanings but used in different ways. Okay, I would prefer to stay in a hotel near the airport. I would rather stay in a hotel. കണ്ടോ, എന്ന് പറഞ്ഞാൽ പ്രിഫർ പ്ലസ് ടു പ്ലസ് ബേസ് ഫോം ഓഫ് ദ വേർബ്, വുഡ് റാദർ പ്ലസ് ബേസ് ഫോം ഓഫ് ദ വേർബ്. ഞാൻ ഈ പറഞ്ഞ എക്സാമ്പിൾ നോക്കിയേ. ഐ വുഡ് പ്രിഫർ ടു സ്റ്റേ, വുഡ് റാദർ സ്റ്റേ. ഓക്കെ, ഈ രണ്ട് ഡിഫറൻസ് നിങ്ങൾ മനസ്സിലാക്കുക. എപ്പോൾ നമ്മൾ യൂസ് ചെയ്താലും പ്രിഫർ ടു, ഐ പ്രിഫർ ടു സ്റ്റേ എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഐ വുഡ് പ്രിഫർ ടു സ്റ്റേ. പക്ഷേ ഐ വുഡ് റാദർ സ്റ്റേ. ഓക്കെ, ഇതിന് നമുക്ക് സാധാരണ വുഡ് റാദർ ദാൻ അല്ലെങ്കിൽ പ്രിഫർ ടു ദാൻ എന്ന് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. വുഡ് റാദറിന് പകരം അതേ സെയിം മീനിങ് ആണ് ഹാഡ് ബെറ്റർ. ഓക്കെ, ഹാഡ് ബെറ്റർ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഹാഡ് ബെറ്റർ പ്ലസ് ബേസ് ഫോം ഓഫ് ദ വേർബ്. ഇതിനെ തന്നെ നമുക്ക് ഹാഡ് ബെറ്റർ യൂസ് ചെയ്ത് പറയുകയാണെങ്കിൽ ഐ ഹാഡ് ബെറ്റർ സ്റ്റേ ഇൻ എ ഹോട്ടൽ. മറ്റു നമ്മൾ ഹാഡ് ബെറ്റർ യൂസ് ചെയ്ത് പറയുന്ന എക്സാമ്പിളാണ് യു ഹാഡ് ബെറ്റർ കൺസൾട്ട് എ ഡോക്ടർ. ഓക്കെ, ദാറ്റ് മീൻസ് ഹാഡ് ബെറ്റർ പ്ലസ് ബേസ് ഫോം ഓഫ് ദ വേർബ്. അതുപോലെ തന്നെ വുഡ് റാദർ പ്ലസ് ബേസ് ഫോം ഓഫ് ദ വേർബ്. ലുക്ക് അറ്റ് അനദർ എക്സാമ്പിൾ. I prefer to live in the town rather than in a city. കണ്ടോ, I prefer to live, to plus base form of the verb. Prefer to live in the town rather than in a city. അതിൽ ഞാൻ മറ്റൊരു തരത്തിൽ പറയുകയാണ്. I prefer to live in the town than in a city. ആദ്യത്തതിൽ rather than യൂസ് ചെയ്തു, അടുത്തതിൽ നമുക്ക് rather ഇല്ലെങ്കിലും കുഴപ്പമില്ല, prefer to ഒരു കാര്യം പറഞ്ഞതിന് ശേഷം ദാൻ ഇൻ എ സിറ്റി. വുഡ് റാദർ, അതിനെ വുഡ് റാദറിലേക്ക് ചേഞ്ച് ചെയ്യുമ്പോൾ ഐ വുഡ് റാദർ ലിവ് ഇൻ ദ ടൗൺ ദാൻ ഇൻ എ സിറ്റി. ഓക്കെ, മനസ്സിലായോ? വുഡ് റാദർ ദാൻ. ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായി. ഇനി നമ്മുടെ ഇപ്പോൾ നടന്ന +1 ഇംപ്രൂവ്മെൻറ്റ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ നോക്കൂ. ലിലി വുഡ് പ്രിഫർ ടു ടേക്ക് എ ടാക്സി ഇൻസ്റ്റെഡ് ഓഫ് വാക്കിംഗ്. റീറൈറ്റ് യൂസിങ് വുഡ് റാദർ. അപ്പോൾ ഈ തന്ന ക്വസ്റ്റ്യനിൽ വുഡ് പ്രിഫർ ടു ടേക്ക് ഇൻസ്റ്റെഡ് ഓഫ് വാക്കിംഗ്, അതിനെ നമ്മൾ വുഡ് റാദറിലേക്ക് ചേഞ്ച് ചെയ്യുമ്പോൾ ലിലി വുഡ് റാദർ ടേക്ക് എ ടാക്സി ദാൻ വാക്കിംഗ്. ഇതാണ് കറക്റ്റ് ആൻസർ. ഞാൻ നേരത്തെ കുറേ എക്സാമ്പിൾസ് പറഞ്ഞു തന്നതനുസരിച്ച് വുഡ് പ്രിഫറിന് പകരം നമ്മളിവിടെ വുഡ് റാദർ പ്ലസ് ബേസ് ഫോം ഓഫ് ദ വേർബ് ടേക്ക്. ചില കുട്ടികൾ എന്നോട് ചോദിക്കായിരുന്നു ഇവിടെ ടുക്ക് എഴുതിയാൽ പ്രശ്നമുണ്ടോ. അപ്പോൾ അത് ഞാൻ പാസ്റ്റ് ടെൻസിൻ്റെ വേറൊരു എക്സാമ്പിളൂടെ നിങ്ങൾക്ക് തരാം.
അപ്പോൾ ഇവിടെ എനിവേ ഇവിടെ ടേക്ക് പ്രസൻറ്റ് ടെൻസ് ആയതുകൊണ്ട് ലിലി വുഡ് റാദർ ടേക്ക് എ ടാക്സി ദാൻ വാക്കിംഗ്. പിന്നെ ഇവിടെ ഇൻസ്റ്റെഡ് ഓഫ് എന്ന് പറഞ്ഞേക്കുന്നതിന് പകരമാണ് നമ്മൾ ദാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ദാൻ യൂസ് ചെയ്യുമ്പോൾ പിന്നെ നമ്മൾ ഇൻസ്റ്റെഡ് ഓഫ് യൂസ് ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് കറക്റ്റ് ആൻസർ. പിന്നെ ചില കുട്ടികൾ എഴുതിയതിൽ പ്രിഫറും വുഡ് റാദറും ചേർത്ത് സെൻറ്റൻസ് ചെയ്തതിന് ശേഷം കറക്റ്റാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കുക. രണ്ടും വേണ്ട, പ്രിഫറും വുഡ് റാദറും വേണ്ട. ഒന്നുകിൽ പ്രിഫർ, ഏതെങ്കിലും ഒരു കാര്യം നമ്മൾ പ്രിഫർ ചെയ്യുമല്ലോ. നമ്മൾ വാക്കിങ്ങിനേക്കാളും ടാക്സി യൂസ് ചെയ്യുന്നതാണ് ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ ഒന്നുകിൽ പ്രിഫർ എഴുതുക, അല്ലെങ്കിൽ റാദർ യൂസ് ചെയ്യുക. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ ഇതാണ് കറക്റ്റ് ആൻസർ. ഇനി ഇതിൻ്റെ പാസ്റ്റ് ടെൻസ് വന്നാൽ എന്താ എന്നുള്ള ഒരു എക്സാമ്പിൾ ഇവിടെ നോക്കൂ. നമ്മൾ മറ്റൊരാളുടെ ആക്ഷന് പ്രിഫറൻസ് കൊടുക്കുമ്പോൾ പാസ്റ്റ് ടെൻസ് യൂസ് ചെയ്യാറുണ്ട്. എക്സാമ്പിൾ, ഐ വുഡ് റാദർ യു ഗേവ് അപ്പ് സ്മോക്കിംഗ്. കണ്ടോ, ഇവിടെ ഐ വുഡ് റാദർ യു ഗേവ് അപ്പ് സ്മോക്കിംഗ്. റാദർ യു വരുമ്പോൾ ഗീവ് അപ്പ് അല്ല, ഗേവ് അപ്പ്. ദാറ്റ് മീൻസ് സബ്ജക്റ്റ് പ്ലസ് വുഡ് റാദർ പ്ലസ് ഓബ്ജക്റ്റ് പ്ലസ് പാസ്റ്റ് ടെൻസ്. ഓക്കെ, അനദർ എക്സാമ്പിൾ, വുഡ് റാദർ പാസ്റ്റ് റെഫറിങ് ടു ദ പാസ്റ്റ് ആണെങ്കിൽ ഇങ്ങനെ പറയാം, ഐ വുഡ് റാദർ ഹാവ് സ്റ്റേഡ് അറ്റ് ഹോം ദാൻ ഹാവ് ഗോൺ ഔട്ട്. കണ്ടോ, ഐ വുഡ് പ്രിഫർ ടു ഹാവ് ബീൻ ബോൺ സംവെയർ എൽസ്. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ സ്റ്റേഡ് പാസ്റ്റ് ടെൻസ് വരുമ്പോൾ ഹാവ് സ്റ്റേഡ്. ഒരു തരത്തിൽ പറഞ്ഞാൽ ഇവിടെ നമുക്ക് പ്രസൻറ്റ് പെർഫെക്റ്റ് ആണ് യൂസ് ചെയ്തേക്കുന്നത്. എന്നാൽ ഈ കാര്യം മറന്നു പോകരുത്, നമ്മൾ മറ്റൊരാളുടെ ആക്ഷൻ പറയുമ്പോൾ സാധാരണ ഇവിടെ നമ്മൾ പാസ്റ്റ് ടെൻസ് ആണ് യൂസ് ചെയ്യുന്നത്. ഐ വുഡ് റാദർ യു ഗേവ് അപ്പ് സ്മോക്കിംഗ്. ഓക്കെ, അപ്പോൾ എനിക്ക് തോന്നുന്നു ഏകദേശം നിങ്ങളുടെ വുഡ് റാദറും പ്രിഫർ ടുവിൻ്റെയും ഡൗട്ട് ക്ലിയർ ചെയ്തു എന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്ക് ഗ്രാമർ ഏതെങ്കിലും ഇതുപോലെ ക്ലിയറായിട്ട് ഞാനൊരു പ്രാവശ്യം കൂടെ പറഞ്ഞു തരേണ്ടതുണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. ഞാനത് ഡീറ്റെയിൽഡായിട്ട് നിങ്ങൾക്ക് എടുത്തു തരാം. ഓക്കെ, ബൈ ബൈ.